തിയേറ്ററിൽ ആൾക്കാർ കാണാനുണ്ടല്ലോ. തിയേറ്ററിൽ ആൾക്കാർ കാണാനുണ്ടല്ലോ. ഇന്ത്യൻ സിനിമയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവാൻ ചാൻസ് ഉണ്ടല്ലോ പടം ആയാൽ അത്രയും അതിന് കൂടുതൽ സന്തോഷം. മമ്മൂക്കിന്റെ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് എല്ലാവരും പറഞ്ഞാൽ തന്നെ അത് ഇപ്പൊ മമ്മൂക്കി എടുക്കുന്ന ക്യാരക്ടേഴ്സ് നോക്കിയാലും എല്ലാം ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആക്ടേഴ്സിനൊക്കെ ഇനിയും നമുക്കൊന്നുമില്ല ബ്രേക്ക് ചെയ്ത് എന്ത് ക്യാരക്ടർ ചെയ്യാമെന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കണം നമുക്ക്. പിന്നെ അപ്പൊ ആ ഒരു ബലവും ആ ഒരു ശക്തിയാണ് നമുക്ക് അടുത്ത ക്യാരക്ടറും എന്ത് ടൈപ്പ് എടുക്കണം എന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കൊതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ആക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ പ്രേക്ഷകർ ഇത് എങ്ങനെ ഏറ്റെടുക്കുന്നത്? പിന്നെ ഓഫ്കോഴ്സ് ഉണ്ട്. അത് എല്ലാ പടത്തിലും ഇറങ്ങുമ്പോൾ നമുക്ക് തലേ ദിവസം 50 ദിവസം ഇറങ്ങുന്ന ദിവസമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും. ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മള് ചെയ്ത് വെച്ചൊരു വർക്ക് വർക്കാണല്ലോ. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്താൽ അത്ര സന്തോഷം. ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാത്ത പടങ്ങൾ നമ്മുടെ നെക്സ്റ്റ് പടം അതിൽ എന്തൊക്കെ തെറ്റുന്നു മനസ്സിലാക്കി എടുത്താൻ പറ്റും. ആക്ച്വലി സിനിമയിൽ ക്യാരക്ടേഴ്സ് പോകുമ്പോ ആക്ച്വലി കഥ കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? അത് നിങ്ങൾക്കും കണ്ടോ? പടം കണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം വരെയുണ്ട്. ബാക്കി കണ്ടിട്ട് മനസ്സിലാക്കിയത് നല്ലതായിരുന്നു. അത് ആ സംഘാടനത്തിൽ ചോദിക്കുന്നത് എന്റെ അടുത്താണ് ചോദിക്കുന്നത്. അത് ഞാൻ മൂപ്പരുടെ അടുത്ത് ചോദിക്കണം. അവരുടെ അടുത്ത് എന്റെ അടുത്ത് വെച്ച് ആരെങ്ങനെ പറയാറ്? ഈ റോള് കിട്ടിയത് തീർച്ചയായിട്ടും നല്ല ഹാപ്പിയാണ്. റോളാണ് വേറെ ആരെയും നമ്മൾ പറയണ്ട. വേറെ ആയിരിക്കും കിട്ടാൻ.